കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോകൾ ഇടുന്നതെല്ലാം കുറച്ചിരിക്കുകയാണ്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാനിവിടെ എൻ്റെ വർക്കെല്ലാം തീർന്ന് ഇവിടെ ഇരിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് കൂട്ടുകാരെ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് പതുക്കെ നടന്ന് അങ്ങനെ പോയപ്പോൾ അവിടെ വെച്ച് എനിക്ക് ശകുനം വന്നത് ഒരു ആക്രിക്കാരനാണ്. ആക്രിക്കാരൻ തലയിൽ ഒരു വലിയ ചാക്ക് കെട്ടുമായിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറേ വഴികളുണ്ട്, തിരിഞ്ഞ് ലെഫ്റ്റിലൂടെ നടന്ന് അങ്ങനെ അങ്ങ് പോയി. ലെഫ്റ്റിലൂടെ അങ്ങോട്ട് പോയപ്പോൾ വരുന്നു എൻ്റെ പ്രിയങ്കരിയായ താത്താ കുഞ്ഞ്. അങ്ങനെ താത്താ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് നേരെ 1-2 കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് ചില ആളുകളെ അങ്ങനെയാണ്, എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ്, നമ്മളെ നല്ല പോസിറ്റീവാക്കും. അങ്ങനെയാണ്. പക്ഷേ കൂടുതൽ സമയം നിന്ന് സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. 2 പേരും കൃത്യസമയത്ത് എത്താൻ വേണ്ടുന്ന ഒരു പോക്കാണ്. കണ്ട ഉടനെ പറഞ്ഞു, എനിക്ക് നല്ല ബോഡി പെയിനൊക്കെ ഉണ്ട്, സുഖമില്ല, അത് കാരണം സ്കാനൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ സ്കാൻ ചെയ്ത് ഒക്കെ നോക്കിയപ്പോൾ ബോഡിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, വല്ല വാദത്തിൻ്റെയും പ്രശ്നങ്ങളായിരിക്കും, അതങ്ങ് താനെ മാറിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടങ്ങ് പോയി. കേട്ടാ കൂട്ടുകാരെ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് അങ്ങനെ പതുക്കെ എൻ്റെ യാത്ര തുടർന്നു. അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ഇന്നൊക്കെ മഴ നല്ല മാറിയത് കാരണം ഞങ്ങളുടെ വെള്ളമെല്ലാം നല്ല താന്ന് ഒരുവിധം കുഴപ്പമില്ലാതായി. പിന്നെ കുറച്ച് തൊളിയൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടുന്ന കാര്യമുള്ളൂ. മഴ ഇനി പെയ്യാതിരുന്നാൽ അതങ്ങ് റെഡിയാവും, ഇല്ലെങ്കിൽ പിന്നെയും കൂടും. ഇനിയും ഉണ്ട്, എന്നാലും അത്രയ്ക്ക് പ്രശ്നമില്ല, ഒരുവിധം എല്ലാം കുറഞ്ഞ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സ്ട്രെസ്സുകളാണ് എല്ലാ ദിവസവും ഉള്ളത്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു 10 കാര്യം ശരിയാക്കണം. അത് ശരിയായില്ലെങ്കിൽ ഇവിടുന്നും പ്രശ്നം, അവിടുന്നും പ്രശ്നം, എല്ലായിടത്തുനിന്നും പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള പല പല പ്രോബ്ലംസാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സ്ട്രെസ്സില്ലാത്ത ഒരു വിഭാഗം ആളുകൾ പോലും ഇല്ല. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സുകൾ കാണും. നമ്മൾ സ്ട്രെസ്സിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ള കണക്കിരിക്കും നമ്മുടെ മാനസികാരോഗ്യം. ചില ആളുകൾ വളരെ ഡെസ്പായിട്ടങ്ങ് മാറും എന്തെങ്കിലും സില്ലി കാര്യങ്ങൾ കിട്ടിയാൽ. ചില ആളുകൾ ഇതിനെല്ലാം ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ അങ്ങ് മാനേജ് ചെയ്തങ്ങ് പോകും. ആ കപ്പാസിറ്റിയാണ് കൂട്ടുകാരെ നമുക്ക് വേണ്ടുന്നത്. എന്ത് വന്നാലും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുന്നേറിപ്പോകാമെന്നുള്ള ആ ആറ്റിറ്റ്യൂഡാണ് എല്ലാ കൂട്ടുകാരും കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടുന്നത്. ഇനിയിപ്പം ജൂലൈ മാസമെല്ലാം അവസാനമായി. സാധാരണ ആഗസ്റ്റിലായിരുന്നു ഓണം വരുന്നത്, ഇപ്രാവശ്യം സെപ്റ്റംബറിലാണ്. ഇനിയിപ്പം വെയിലൊക്കെ കണ്ട് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങളായിരുന്നു. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ പലരും കാണുന്നില്ല, എല്ലാവരും ഒന്ന് കാണണേ കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കും കുറവാണ്, ലൈക്ക് കൊടുക്കാനും മറക്കരുത് കൂട്ടുകാരെ. വീഡിയോസ് എല്ലാവരും ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടു, എൻ്റെ സ്വന്തം മൂവ്മെൻറ്റ്സാണ്, സ്റ്റെപ്പാണ്. നമ്മൾ ഇതെല്ലാം ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുകയാണ്. എൻ്റെ ഒരാഗ്രഹം അത് മാത്രമാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് എല്ലാവരും അങ്ങ് സഹിക്കണം. പിന്നെ വേറെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലായിടത്തും സമാധാനവും ആയിരിക്കട്ടെ കൂട്ടുകാരെ. എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒന്നും പറയാറായില്ല. സമയം ഇപ്പം 7:35, 7:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഈ യൂട്യൂബൊക്കെ കാണും, ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഇത്തിരി സംസാരിക്കും.
അപ്പോൾ നമുക്കൊരു മനസ്സിന് നല്ലൊരു റിലീഫാണ് കിട്ടുന്നത്. ആ റിലീഫ് നമ്മൾ ആരുടെടുത്തെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം പോലെയാണ് വൈകുന്നേരത്ത് വന്ന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് കിട്ടുന്നത്. കാരണം ഡയറക്റ്റ് എല്ലാ കൂട്ടുകാരുമായിട്ടങ്ങ് കമ്മ്യൂണിക്കേഷനാണ്. ഡയറക്റ്റ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറയുകയാണ്. ചില ആളുകളെല്ലാം വീഡിയോസ് കാണും, ചിലരൊന്നും കാണത്തില്ല. ഇഷ്ടമല്ലെങ്കിലും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് കൂട്ടുകാരെ എനിക്കിന്ന് പറയാനുള്ളത്. പുതിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും വരാം. ഇന്നൊരു പാർട്ടി നമ്മുടെ ഒരു റിലേറ്റീവ് ഇന്ന് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ കൂട്ടുകാരെ? നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരു കപ്പൽ യാത്ര, അതിനാണ് പോയേക്കുന്നത്. 1 ഡേ പ്രോഗ്രാമാണ്. അവർ പോയിട്ട് വരുമ്പോൾ അവിടുത്തെ അടിച്ചു പൊളിച്ച വിവരങ്ങളെല്ലാം പറയുന്നതായിരിക്കും. അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തുമ്പും വാലും അറ്റവും കിട്ടുന്നത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. നമുക്കും ഓരോ യാത്രകൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇന്നിടത്ത് പോയാൽ ഇന്ന കണക്കായിരിക്കും എന്നൊക്കെയുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്.